ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്തേ. നാരായണത്ത് ശ്രീ വിഷ്ണുമായ ഉപാസനാമഠത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇങ്ങനെയൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ കാര്യം, 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ 1-ാം തീയതി ശനിയാഴ്ച മുതൽ 1200-ാം ആണ്ട് വൃശ്ചികമാസം 1-ാം തീയതി ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ സമയം നമ്മളിതിങ്ങനെ മറ്റു കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ വ്രതാനുഷ്ഠാനങ്ങൾ എന്താണെന്നും വ്രതങ്ങൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുമൊക്കെ പല രീതിയിലും വളച്ചൊടിക്കപ്പെട്ട് രീതിയിൽ വ്രതങ്ങളുടെ അനുഷ്ഠാനങ്ങളെയൊക്കെ ഒരു രീതികളെ തന്നെ മാറ്റുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം എന്നെ കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എനിക്ക് തരാൻ പറ്റുന്ന ഒരു വിശദീകരണവുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തുന്നത്. അപ്പോൾ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയും അല്ലാതെ കുറച്ചധികം ആൾക്കാർ അല്ലാതെ തന്നെയും വ്രതം ശുദ്ധിയോടുകൂടി വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് അതിനകത്ത് തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും അത് വിഷയമല്ല. പക്ഷേ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നവർ കൃത്യമായി കൃത്യതയോടുകൂടി തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചില വ്രതാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ ചില ഫലങ്ങളൊക്കെ തിരിച്ച് വരുമ്പോൾ, നെഗറ്റീവായിട്ട് വരുമ്പോഴത്തേക്ക് പലരും ചോദിക്കാറുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തു എന്നിട്ടും എനിക്ക് ഫലമില്ലല്ലോ എന്ന്. അതിനകത്ത് അത് നമ്മുടെ പാലിക്കുന്നതിൻ്റെതായിട്ടുള്ള വിഷയങ്ങളാണ്. വ്രതം എടുക്കുമ്പോൾ അതിന് നിഷിദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആയുർവേദ ആചാര്യന്മാർ പോലും ഈ 41 ദിവസം എന്ന് പറയുന്നതിന് പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ അതിന് ഏതൊരു കാര്യങ്ങളും, ഒരു വഴിപാട് നടത്തിയാൽ 41 ദിവസം വേണം, ഫലം കിട്ടി വരാൻ 41 നാൾ വേണം, ഒരു മരുന്ന് കഴിച്ചാൽ 41 നാൾ വേണം. ആയുർവേദ മരുന്നുകളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആയുർവേദത്തിൽ പറയുന്നുണ്ട്, ആയുർവേദ മരുന്നുകൾ നമ്മുടെ ശരീരത്തിൽ അത് പിടിച്ചു വരണമെന്നുണ്ടെങ്കിൽ 41 ദിവസമെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ഒരു 41 ദിവസം എന്ന് പറയുന്ന ഒരു കണക്ക് വെച്ച് തന്നെയാണ് പോകുന്നത്. അതുപോലെ ദിനചര്യകളാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസം എഴുന്നേൽക്കുന്നു, 5 മണിക്ക് എഴുന്നേൽക്കുന്നു, അല്ലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നു. അത് ആ 4 മണിക്ക് എഴുന്നേൽക്കുന്നത് നമ്മുടെ ദിനചര്യയിൽ 41 ദിവസം കഴിഞ്ഞാൽ അത് നമ്മുടെ ചിട്ടയായി മാറുകയാണ്, പിന്നെ നമ്മുടെ ശീലമായി അത്. അപ്പോൾ അതെന്താ, നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും അല്ലെങ്കിൽ നമ്മളുടെ തലച്ചോറിനെയും ഒക്കെ അത് സ്വാധീനിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ നമുക്കായി സമയം എഴുന്നേൽക്കാനുള്ള ഒരു ഇതുണ്ടാകുന്നത്, അതിനുള്ളൊരു മനസ്സുണ്ടാകുന്നതും അതൊരു ചിട്ടയായി മാറുന്നതും. അല്ലാതെ 2 ദിവസം എഴുന്നേറ്റോ 3-ാം ദിവസം മുതൽ വീണ്ടും പഴയ രീതിയിലേക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ നാളെ മുതൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച എടുത്ത് പിന്നെ അതങ്ങ് നിന്നു പോകുന്നൊരു കാര്യങ്ങളല്ല നമുക്ക് ഈ വ്രതാനുഷ്ഠാനങ്ങളും മറ്റു കാര്യങ്ങളും. അതുപോലെ തന്നെ 41 വ്രതാനുഷ്ഠാനത്തിൽ പങ്കെടുത്ത് 41 വ്രതം അനുഷ്ഠിക്കും, പക്ഷേ ഞാൻ മദ്യപിക്കും, കാരണം അത് വെജിറ്റേറിയൻ ആണല്ലോ എന്ന് ചോദിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. 41 വ്രതം എന്ന് പറയുന്നത് മണ്ഡലകാല വ്രതത്തിൽ മുറുക്കിന് പോലും നിഷിദ്ധമായി അല്ലെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിനുള്ളിൽ വരെ തിരുമേനിമാരൊക്കെ പണ്ട് കാലം മുതൽ കണ്ടിട്ടില്ലേ, മുറുക്കാനൊക്കെ വായിലിട്ട് ആണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് ക്ഷേത്രത്തിനുള്ളിൽ വരെ ഏറ്റവും യോഗ്യമായി പറയുന്നൊരു കാര്യമാണ് താമ്പൂല ചർവണം എന്ന് പറയുന്നത്. താമ്പൂല ചർവണം ആചാര്യന്മാർക്ക് ചെയ്യാം, പക്ഷേ എങ്കിൽ കൂടി നമ്മൾ ഈ വ്രതാനുഷ്ഠാന ദിവസങ്ങളിൽ നിഷിദ്ധമായി തന്നെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ് മുറുക്ക് എന്ന് പറഞ്ഞത് പോലും. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ഈ ഒരു കാര്യം ഈ വ്രതാനുഷ്ഠാനങ്ങൾ എന്ന് ചിന്തിക്കുക. ശബരിമലയ്ക്ക് പോകുന്ന ഒരാൾ മുറുക്കാനോ ബീഡി വലിക്കാനോ അല്ലെങ്കിൽ മദ്യപിക്കാനോ ഒന്നും പാടില്ല, മത്സ്യമാംസാദികൾ കഴിക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ പിന്നെ എടുക്കുന്നതിന് ഫലമുണ്ടോ? അപ്പോൾ 41 ദിവസം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ 7 ദിവസം പരമാവധി എടുത്തിട്ട് പോകുന്നവരുണ്ട്. ആ എടുക്കുന്ന ദിവസങ്ങൾ കൃത്യമായിട്ട് ചിട്ടയോടുകൂടി പാലിക്കപ്പെട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഫലമുണ്ടാകും. അല്ല എന്നുണ്ടെങ്കിൽ അതിന് ഫലം ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ കാര്യം തന്നെ അതുകൊണ്ടാണ്. എന്നോട് ഒരാൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാനിത് പറഞ്ഞത്. കാരണം എന്നോട് ചോദിച്ചതാണ്,
മണ്ഡലകാല വ്രതം എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ശബരിമലയ്ക്ക് പോകാനാണോ? അല്ല. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വ്രതാനുഷ്ഠാനം? അപ്പോൾ അത് ഒന്ന് എടുക്കുക, എല്ലാം എപ്പോഴൊക്കെ എടുക്കുന്നതാണ്. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയം മദ്യപാനമോ മറ്റ് ശീലഗുണങ്ങൾക്ക് ദുർശീലങ്ങളോ ഒന്നും പറ്റില്ല. കൂട്ടിത്തൊട്ട് കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് മരണ വീട്ടിൽ പോയി കഴിക്കുക, ഇതൊന്നും ഈ സമയങ്ങളിൽ പാടുന്നതല്ല. കാരണം ആയുർവേദാചാര്യന്മാരുടെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആയുർവേദത്തിൽ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാലിക്കുമ്പോൾ പഥ്യം സ്വീകരിക്കണമെന്ന്. അപ്പോൾ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ പഥ്യം സ്വീകരിക്കുന്നത് പോലെ തന്നെയാണ് മണ്ഡലവ്രതകാലത്ത് അനുഷ്ഠാനങ്ങൾ. അതിരാവിലെ എഴുന്നേറ്റ് കുളിക്കണം, അല്ല 7 മണിക്ക് പല്ലേക്കാണ്ടൊരു ചായയൊക്കെ കുടിച്ചിട്ട് കുളിക്കാമെന്ന് കരുതിയാൽ അത് ദോഷകരമായി തന്നെ ശരീരത്തെയും മനസ്സിനെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. എന്നിട്ട് അത് ചെയ്തതിന് ശേഷം അങ്ങനെ എനിക്ക് കുഴപ്പങ്ങളല്ലേ ഉള്ളൂ, എനിക്ക് നല്ലതൊന്നും ഉണ്ടായിട്ടില്ല, അല്ല ഞാൻ രാവിലെ കുളിച്ചു ഒരു അമ്പലത്തിൽ പോയി കുളിച്ചു തൊഴുതു, വൈകിട്ട് അടിച്ച് സെറ്റായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയല്ല, ഇതിന് കൃത്യമായി ഒരു പാലിക്കപ്പെടേണ്ടതായിട്ടുള്ള ചിട്ടയോടുകൂടി എടുക്കുന്ന വ്രതാനുഷ്ഠാനത്തിന് തന്നെയാണ് പ്രാധാന്യവും. പിന്നെ രണ്ടാമത് പറയുന്ന കാര്യം എന്താണ്? ഈ മണ്ഡലകാല വ്രതം ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി എടുക്കുന്ന സമയവും അതിനായിട്ടുള്ള ചിട്ടകളോടുകൂടി തന്നെ എടുക്കണം. ഈ 41-ൻ്റെ പ്രാധാന്യം തന്നെ അതാണ്. നമുക്ക് ഒന്നാമതായിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു വർഷം എന്ന് പറയുന്നത് സൗരവർഷം എന്ന ജ്യോതിഷപ്രകാരം. ഇതിനകത്ത് ജ്യോതിഷത്തിന് വളരെയധികം പങ്കുണ്ട് ഈ 41 എന്ന് പറയുന്ന കണക്കുമായി. കാരണം ഒരു സൗരവർഷം എന്ന് പറയുന്നത് 365 ദിവസമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ട് മുതലേ പറയുന്ന കാര്യമാണ്. ഈ 365 ദിവസം എന്ന് പറയുന്നതാണ് ഒരു വർഷമെന്ന് പറയുന്നുണ്ട്. എന്നാലോ ഒരു ചാന്ദ്രവർഷം എന്ന് പറയുന്ന, അല്ലെ ചന്ദ്രവർഷം എന്ന് പറയുന്നത് 324 ദിവസമാണ്. അപ്പോൾ ഈ 365-ഉം 324-ഉം തമ്മിലുള്ള ഒരു അന്തരം തന്നെ 41 41 സംഖ്യ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാലയളവ്, ഒരു ചന്ദ്രവർഷവും ഒരു സൂര്യവർഷവുമായിട്ടുള്ള വ്യത്യാസം, ഒരു വർഷത്തിൻ്റെ അതിനുള്ളിൽ തന്നെ ഒരു ചന്ദ്രവർഷം വരുന്നത്, അതായത് ഒരു 27 നക്ഷത്രങ്ങളെ കൊണ്ട് കൂട്ടുന്ന ചന്ദ്രവർഷവും ഒരു സൗരവർഷം എന്ന് പറയുന്ന 30 ദിവസം എന്ന് പറയുന്ന ഡേറ്റുമായിട്ട് കൂട്ടുന്നതിൻ്റെ അന്തരം ഒരു വർഷം വരുന്നത് 41 നാളാണ്. അപ്പോൾ ഈ 41 നാളിനാണ് ഈ 41 ദിവസമാണ് നമുക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 41 നാൾ വ്രതമെടുക്കണമെന്നും ജ്യോതിഷപരമായി 41-ന് കൽപ്പിച്ചിട്ടുള്ള പ്രാധാന്യവും അതുതന്നെയാണ്. ഇപ്പോൾ ഈ ഉത്തരായന കാലം എന്ന് പറയുന്നത് ദേവതകൾക്ക് യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ നടക്കുന്ന സമയത്തിന് ഉത്തരായന കാലമെന്നും, പിതൃക്കളുടെ കർമ്മങ്ങളും പിതൃക്കൾക്ക് വേണ്ടി നടത്തുന്നത് ദക്ഷിണായന കാലമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ 41-നും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ നേരായ വഴിയിൽ ചിന്തിച്ച് നേരായ വഴിയിൽ തന്നെ എടുക്കുക. പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ടും ഉൾക്കൊണ്ടതിന് ശേഷം മാത്രമേ ഇത് മറ്റൊരാൾക്ക് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാവുള്ളൂ. അതിപ്പോൾ എൻ്റെ ശിഷ്യഗണങ്ങളോടാണെങ്കിലും നിങ്ങൾ പൊതുവായിട്ടുള്ള ആൾക്കാരോടാണെങ്കിലും കാണുന്ന പബ്ലിക്കിനോടാണെങ്കിലും പറയുന്ന കാര്യം ഇതാണ്. ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പറയാം. അല്ലാതെ 41 വ്രതം എടുത്തിട്ട് നമുക്ക് എന്ത് തോന്നിയ മാസവും കാണിച്ചിട്ട് 41 വ്രതം എടുത്തു ഞാൻ, എന്നിട്ട് ശബരിമലയിൽ അയ്യപ്പനെ കാണാൻ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് പോകുന്നവർ അങ്ങനെയാകാം. ഇപ്പോൾ നിൽക്കുന്ന തെപ്പിൽ തലേ ദിവസം രാവിലെ പോയി മാലയിട്ട് പിറ്റേ ദിവസം പോകുന്നുണ്ട്. അത് അങ്ങനെ ചെയ്യുന്നയാളിൻ്റെ ഭാഗത്ത് ശരിയുണ്ടാകാം. കാരണം അയാൾ ആ ഒരു ദിവസം എടുത്ത വ്രതത്തിൽ ചിലപ്പോൾ വളരെ കട്ടിയായി നല്ലതാണ്. എന്നിട്ട് അവൻ അങ്ങനെ എടുത്തിട്ട് അവൻ ഒരു ദിവസത്തെ വ്രതം എടുത്തിട്ട് അവൻ ശബരിമലയ്ക്ക് പോയി. അപ്പോൾ എന്നിട്ട് യാതൊരുവിധ അവന് കുഴപ്പമില്ല. ഞാൻ 41 ദിവസം വ്രതം നോക്കിയിട്ടാണ് പോയത്, പക്ഷേ എനിക്ക് മൊത്തം കുഴപ്പങ്ങളാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് കുഴപ്പങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ധ്യാനം, നമ്മുടെ ഇതായിട്ടുള്ള ഒരു ഉപാസനാ ദേവതയുണ്ടെങ്കിൽ അവരെ ഭജിക്കുക, ഇതെല്ലാം കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുന്നയാളാണ്. ഇന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു, നാളെ രാവിലെ 8 മണിക്ക് എഴുന്നേറ്റു, മറ്റന്നാൾ രാവിലെ 9 മണിയായി, വേറൊരു ദിവസം രാവിലെ 4 മണിക്ക് എഴുന്നേറ്റു. അപ്പോൾ ഇതുകൊണ്ട് അല്ല പ്രാധാന്യം വരുന്നത്, കൃത്യമായ ചിട്ടയോടുകൂടി പാലിക്കുന്നത്. അത് തന്നെയാണ് ഈ വേദാംഗങ്ങളിൽ പ്രാധാന്യപ്പെടുന്ന ഇതാണ് ആയുർവേദവും. അപ്പോൾ ആയുർവേദവുമായി കണക്ഷൻ എപ്പോഴും ജ്യോതിഷത്തിനുണ്ട്. അപ്പോൾ ആയുർവേദം ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അവരുടെ മരുന്ന് കഴിച്ചാൽ പഥ്യം വേണം. പഥ്യമായി സ്വീകരിക്കേണ്ട കാര്യങ്ങളെല്ലാം സ്വീകരിച്ചാൽ ആ മരുന്നിന് ഫലമുണ്ടാകും. ഡോക്ടർമാരാരാണോ
അതിന് നന്നായി ചികിത്സിക്കാൻ അറിയാവുന്ന വൈദ്യന്മാരാരാണോ അവർ ചികിത്സിച്ചാൽ ഫലം കിട്ടുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതിന് ചില പഥ്യങ്ങളൊക്കെ സ്വീകരിക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ അതിനായി പാകപ്പെടണം. അപ്പോൾ അങ്ങനെ പറയുന്ന കാര്യങ്ങളിൽ നമ്മുടെ ദിനചര്യയും ചിട്ടയ്ക്കുമാണ്. എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എടുക്കണ്ട. ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ? ഈ 41 വ്രതം എടുത്ത് തെറ്റിച്ച് അത് 41 ദിവസത്തെ വ്രതം എടുത്താലേ ഞാൻ ശരിയാവുള്ളൂ എന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ ചിന്താഗതി ഉണ്ടെങ്കിൽ അതനുസരിച്ച് മാത്രമായിരിക്കണം ഈ വ്രതാനുഷ്ഠാനം ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വേണം. ശബരിമലയ്ക്ക് പോകുന്നെങ്കിൽ അത് പാലിക്കപ്പെടേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഒരു സംശയ നിവൃത്തിക്കായിട്ട് പറഞ്ഞ കാര്യങ്ങളായി കണക്കിലെടുക്കുക. ഇത് കൃത്യമായി പാലിക്കാനും ശ്രമിക്കുക. അപ്പോൾ വേറെ ഇനി അടുത്തത് ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വീണ്ടും ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതി അറിയിക്കുകയോ വിളിച്ച് ചോദിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ വിശദമായി തന്നെ നമ്മളതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്തായാലും തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.